ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു ബ്യൂട്ടി ഡിവൈസിനെ പറ്റിയാണ്. കോമിഡോൺ സക്ഷൻ ബ്യൂട്ടി ഡിവൈസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇത് നിങ്ങൾ എല്ലാവരും ഓൺലൈനിലൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് പേര് ഇത് പർച്ചേസ് ചെയ്തിട്ടും ഉണ്ടാവും. അപ്പം നമുക്ക് ഇന്ന് ഇതിൻ്റെ ഉപയോഗക്രമം, ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എന്തൊക്കെ സ്കിന്നിന് ഇത് ഉപയോഗിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഈ ഒരു കോമിഡോ സക്ഷൻ ബ്യൂട്ടി ഡിവൈസ് നമുക്ക് നോർമൽ സ്കിന്നിനും സെൻസിറ്റീവ് സ്കിന്നിനും ഡ്രൈ സ്കിന്നിനും നല്ല രീതിയിൽ നമുക്ക് ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അതുമാത്രമല്ല, ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ തന്നെയുണ്ട്. നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് നല്ല രീതിയിൽ റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ആക്നെ പ്രോൺ ആയിട്ടുള്ള ഒരു സ്കിന്നാണെങ്കിൽ ആക്നെ റെഡ്യൂസ് ചെയ്യാനും ആക്നെ കൊണ്ടുണ്ടാകുന്ന ആ എക്സസ് ആയിട്ടുള്ള ഓയിലിനെ അബ്സോർബ് ചെയ്യാനും ഈ ഒരു കോമിഡോൺ സക്ഷൻ ബ്യൂട്ടി ഡിവൈസ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അതുമാത്രമല്ല, നമ്മുടെ പോഴ്സിനകത്തുള്ള ഡേർട്ടിനെ വലിച്ചെടുക്കാനും നമ്മുടെ മേക്കപ്പ് റെസിഡ്യൂസിനെ റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ എക്സസ് ആയിട്ടുള്ള സർഫസ് ഓയിലിനെ റെഡ്യൂസ് ചെയ്യാനും ഒക്കെ നമുക്ക് ഈ ഒരു ഡിവൈസ് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഇതേപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്കിത് ചാർജബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് പോർട്ടബിൾ ആണ്, നമുക്ക് എവിടെയും കൊണ്ടുപോകാം. ഇതൊരു ട്രാവൽ ഫ്രണ്ട്ലി ഡിവൈസും കൂടിയാണ്. നമുക്കിത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ഉപയോഗിക്കാവുന്ന ഒരു ഡിവൈസാണ്. ഇനി നമുക്ക് ഇതിനകത്തുള്ള ഈ ഒരു എക്യുപ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഈ ഒരു എക്യുപ്മെൻറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇതുപോലൊരു ചെറിയ പൗച്ചിനകത്താണ് ഇതിൻ്റെ എല്ലാ സാധനങ്ങളും ഒരു കവറിനുള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇതതിൻ്റെ ചാർജറാണ് കേട്ടോ. നമുക്കിത് മൊബൈൽ ചാർജറിൽ തന്നെ കണക്ട് ചെയ്ത് കൊടുക്കാവുന്ന ഒരു ചാർജറാണ്. ചെറിയൊരു ചാർജറാണ് ഇതിൻ്റെ കൂടെ ഉള്ളതാണ്. ഇതാണ് നമ്മുടെ മെയിൻ കോമിഡോൺ സക്ഷൻ ബ്യൂട്ടി ഡിവൈസ്. ഇതാണ് ആ ഡിവൈസ്. ഇതിൽ ആക്ച്വലി 4 ഹെഡ് ഉണ്ട്. കണ്ടോ? ഇതിൻ്റെ 4 ഹെഡുകളുണ്ട്. ഇത് ഓരോന്നും ഓരോ പാർട്ടിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇത് കണ്ടോ? ഇതിൻ്റെ അറ്റത്തൊരു ചെറിയൊരു മെറ്റാലിക് റോഡുള്ള ഒരു ചെറിയ ഹെഡാണിത്. കണ്ടോ? ഇത് യൂസ് ചെയ്യുന്നത്, ഇത് നമ്മുടെ എക്സ്ഫോളിയേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഹെഡാണ്. ഒരു ചെറിയ ക്യാപ്പ് പോലെ ഉള്ളൂ. ഇത് നമ്മുടെ എക്സ്ഫോളിയേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ക്യാപ്പ്. പിന്നെ ഉള്ളത് ലാർജ് റൗണ്ട് ഹെഡ്. ഇതൊരു ലാർജ് റൗണ്ട് ഹെഡാണ്. കണ്ടില്ലേ? ഇത് സാധാരണ നമ്മൾ ഈ ഒരു ലാർജ് റൗണ്ട് ഹെഡ് ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് റിങ്കിൾഡ് റഫ് ആയിട്ടുള്ള ഏരിയാസിൽ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അത് നമ്മുടെ ഫേസിലായിക്കോട്ടെ ബോഡിയിലായിക്കോട്ടെ റിങ്കിൾഡ് ആയിട്ടോ റഫ് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. ഇതൊരു ലാർജ് റൗണ്ട് ഹെഡാണ്. ഇത് നമ്മൾ ഫേസിലല്ലാതെ നമ്മുടെ എൽബോയിൽ കുറച്ച് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് റഫായി കുറച്ച് റിങ്കിൾസ് ആയിട്ടുള്ള ഏരിയയിൽ ഇവിടെയൊക്കെ നമുക്ക് എക്സ്ഫോളിയേഷന് വേണ്ടിയിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെഡാണിത്. പിന്നെ മൂന്നാമത്തത് ഇത് സ്മോൾ റൗണ്ട് ഹെഡ്. അതായത് ആ ലാർജ് റൗണ്ട് ഹെഡ് പോലെ തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ റൗണ്ട് വന്നിട്ട് കുറച്ചുകൂടി ചെറുതാണ്. ഇത് നമ്മൾ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് തിൻ ഡെലിക്കേറ്റ് ഏരിയ ഓഫ് ദ ഫേസ്. നമ്മുടെ തിന്നായിട്ടും ഡെലിക്കേറ്റ് ആയിട്ടുള്ള പാർട്ടിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ ലാസ്റ്റ് വൺ ഇതാണ്. ഇതിനൊരു ഓവൽ ഷേപ്പാണ്. കണ്ടില്ലേ? ഒരു ഓവൽ ഷേപ്പാണ്. നോക്കിക്കേ, ഇതൊരു ഓവൽ ഷേപ്പാണ്. ഈ ഓവൽ ഷേപ്പ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ലിപ്പിന് ചുറ്റും, നമ്മുടെ ഐബ്രോസിന് മുകളിൽ, ചീക്സിൽ, അങ്ങനെയുള്ള ഏരിയാസിൽ, കാന്തസിൽ, അങ്ങനെയുള്ള ഏരിയാസിൽ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഓവൽ ഷേപ്പിലുള്ള ഹെഡ്. അങ്ങനെ 4 ഹെഡാണ് ഇതിനുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ കോമിഡോൺ സക്ഷൻ ബ്യൂട്ടി ഡിവൈസിൽ നമുക്ക് ഇതാണ് അതിൻ്റെ മെയിൻ സ്വിച്ച്. ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഒരു ചെറിയ സൗണ്ട് കേൾക്കും. കേട്ടില്ലേ? അതുപോലെ തന്നെ ഇതിൽ 3 ഡോട്ട്സ് ഉണ്ട്. ഈ 3 ഡോട്ട്സ് എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്പീഡിനെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള
3 ഡോട്ട്സ് ആണിത്. ഇതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ലോ സ്പീഡാണ്, സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു മീഡിയം സ്പീഡാണ്, അത് മൂന്നാമത്തത് ഒരു ഹൈ സ്പീഡാണ്. ഇത് നമുക്ക് യൂസ് ചെയ്യുന്നതും ഡിഫറെൻറ്റ് സ്കിന്നിന് വേണ്ടിയിട്ടാണ്. ഇതിൽ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് കണ്ടോ, ഒരു ഗ്രീൻ കളർ ലൈറ്റ് കത്തിയത് കണ്ടില്ലേ? ഫസ്റ്റ് ആകുമ്പോൾ ഇവിടെ ഒരു ഗ്രീൻ കളർ ലൈറ്റ് കത്തുക. അപ്പോൾ ഇതൊരു ലോ സ്പീഡാണ്. ഇത് നമുക്ക് മെയിനായിട്ട് യൂസ് ചെയ്യാനുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഡെലിക്കേറ്റ് സ്കിന്നിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഫസ്റ്റ് യൂസ് ചെയ്യാനുള്ളത്. സെക്കൻഡ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ നോർമൽ സ്കിന്നിനല്ല, നമുക്ക് ഈ ഒരു മീഡിയം സ്പീഡ് യൂസ് ചെയ്യാം. നോർമൽ സ്കിന്നിനല്ല, മീഡിയം സ്പീഡ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ മൂന്നാമത്തത് അത് ഹൈ സ്പീഡാണ്, അത് ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ്. ഡ്രൈ സ്കിന്നിനാണ് നമുക്ക് ഈ മൂന്നാമത്തെ ഹൈ സ്പീഡ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സ്പീഡിലൊക്കെ കാര്യമുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാൻ വേണ്ടി സ്പീഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മൂന്നാമത്തെ സ്പീഡ് എത്തിയതിന് ശേഷം ഒന്നുകൂടി പ്രസ് ചെയ്യുമ്പോൾ ഇത് ഓഫ് ആവും. ഞാനിപ്പോൾ ഈ ഒരു ഹെഡാണ് ഇട്ടിരിക്കുന്നത്. ആദ്യം നമുക്ക് സ്മോൾ സ്പീഡിൽ നോക്കാം. ഞാൻ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തു. നമ്മൾ ഒരു പാർട്ടിൽ ഇത് വയ്ക്കുമ്പോൾ വെച്ചിട്ട് താഴേക്ക് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ? ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് നേരം ഒരു സ്ഥലത്ത് തന്നെ വെക്കാൻ പാടില്ല, അവിടെ റെഡിഷ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. കണ്ടില്ലേ? ഇങ്ങനെ നമുക്ക് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. എനിക്ക് ഒരുപാടൊന്നും ബ്ലാക്ക് ഹെഡ്സ് ഇല്ല, പക്ഷെ എന്നാലും നിങ്ങൾക്ക് കുറച്ച് ഇതിനകത്ത് കാണാം. കണ്ടില്ലേ? കുറച്ചേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് ഇതിനകത്ത് വരും. അത് നമുക്ക് ബഡ്സും സാനിറ്റൈസർ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം സ്റ്റെറിലൈസറിൽ വെക്കണം. പിന്നെ ഈ ഹെഡ് ഇതിൽ വെക്കേണ്ട എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഈ ഒരു പാർട്ടുണ്ടല്ലോ, ഈ ഒരു പാർട്ടിൽ ഈ ഒരു ഹെഡ് കയറ്റി ജസ്റ്റ് ഒന്ന് കറക്കി ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കുക. ഇത്രയേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ ഡൗട്ടും തീർന്നില്ലേ? ഇനി നിങ്ങൾക്കിത് പേഴ്സണലായിട്ട് വീട്ടിൽ മേടിച്ച് യൂസ് ചെയ്യാവുന്നതിനും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് ഏകദേശം 650 തൊട്ട് നമുക്ക് ആമസോണിലൊക്കെ 650 750 തൊട്ട് ഇതിൻ്റെ പല കമ്പനിയിലുള്ളത് നമുക്കിപ്പോൾ വരുന്നുണ്ട്. എൻ്റെ കയ്യിലിപ്പോൾ ഇരിക്കുന്ന ഒരു 3500-ൻ്റെ ആണ്. അപ്പോൾ ഇതാണ് കോമിഡോ സക്ഷൻ ബ്യൂട്ടി ഡിവൈസിൻ്റെ യൂസസും ഉപയോഗക്രമങ്ങളും. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടുകളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.